ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതിപ്പോൾ നമ്മളൊരു ഫോട്ടോഷൂട്ടിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. വന്നിട്ട് ഒരു റെഡ് ഗൗണാണ്. രാവിലെ തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത്. ഒരു വെയിലാവും മുന്നേ തന്നെ പോയിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. രാവിലെ എന്ന് പറയുമ്പോൾ നമ്മളൊരു 7:30 കൂടിയിട്ടൊക്കെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ രാവിലെ തന്നെ പോകണതുകൊണ്ട് ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കാറിലും കൂടെ അല്ലേ പോണത്. അപ്പോൾ പെട്ടെന്ന് വല്ല വോമിറ്റിങ് ടെൻഡൻസി വന്നാലോ എന്ന് ഓർത്തിട്ട് ഫ്രണ്ട് സീറ്റിൽ തന്നെയാണ് കേട്ടോ കയറിയിരുന്നത്. പക്ഷേ ഈ ഇരിക്കണമെന്ന് നിങ്ങൾ നോക്കണ്ട കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആകെ ബുദ്ധിമുട്ടായി. വൊമിറ്റ് ചെയ്തിട്ടുള്ള ഇരിപ്പാണ് കേട്ടോ ഈ കാണുന്നത്. ഞാൻ ആകെ ഇടങ്ങേറായി പോയിട്ടോ. എൻ്റെ ഒരു വാശിക്കാണ് കേട്ടോ ഈ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് പോണത്. പക്ഷേ കാറിൽ എനിക്ക് ഒട്ടും പറ്റില്ല. അങ്ങനെ ആകെ ബുദ്ധിമുട്ടിലാണ് കേട്ടോ അവിടം വരെ എത്തിയത്. നമ്മൾ വേറെ ഇതായിട്ടൊന്നും ഷൂട്ട് ചെയ്യണില്ല, നമ്മുടെ ഫോണിൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോവാണ് കേട്ടോ. നമ്മളപ്പോൾ ഈ ഒരു സ്ഥലമായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നാണെങ്കിൽ ഒരു ഞായറാഴ്ചയും കൂടി ആയ കാരണം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ മാർക്കറ്റ് ഏരിയാസിലും റോട്ടിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇതൊരു മീൻകെട്ടും ചെമ്മീൻകെട്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അവിടെ നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് വേറൊരു സ്ഥലത്ത് പോകാമെന്നും പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ഒതുക്കിയതായിരുന്നു കേട്ടോ നമ്മൾ. അങ്ങനെ നമ്മൾ സ്ഥലമൊക്കെ നോക്കി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരെന്തോ മീനെയൊക്കെ കണ്ടെന്നും പറഞ്ഞു ഇവിടെ എന്താണ്ടൊക്കെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ അല്ല കേട്ടോ, ഇവിടെ നിന്ന് കുറച്ചുകൂടെ നമുക്ക് ഉള്ളിലോട്ട് നടന്ന് പോയിട്ട് വേണം ഫോട്ടോസ് എടുക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ മുമ്പേ പോയി ഞാൻ പുറകെ പോകാൻ കേട്ടോ. അപ്പോൾ ആ ഒരു ഏരിയയിലായിട്ടാണ് നമ്മൾ ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിക്കണം. രണ്ട് സൈഡ് മീൻകെട്ടൊക്കെ ആയിട്ട് നടുക്ക് കൂടെ ഒരു വഴി കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. പക്ഷെ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ നല്ല വെയിലായിട്ടുണ്ടായിരുന്നു. വെയിലാവും മുന്നേ തന്നെ എടുത്തിട്ട് തിരിച്ചു പോരാമെന്നായിരുന്നു കേട്ടോ വിചാരിച്ചു. പക്ഷെ നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും തന്നെ നല്ല വെയിലായിട്ടോ. ഒട്ടും നമ്മൾ വിചാരിച്ചില്ല ഇത്രയും വെയിലുണ്ടാവും എന്ന്. പക്ഷേ ഈ നേരത്തെ തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. നമുക്ക് ഒട്ടും നിൽക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളവിടെ ഒരു ചെമ്മീനല്ല, നല്ല വലിയ കൊഞ്ചു പോലത്തെ ഒരു ഐറ്റം കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്തത് വേറൊരു ബീച്ച് ഏരിയയിലേക്കാണ് കേട്ടോ പോയത്. അവിടെ പോയി കുറച്ച് ഫോട്ടോസും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോഴും നല്ല വെയിലായിരുന്നു കേട്ടോ. ഒട്ടും തണലൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് ഫോട്ടോസ് എടുക്കാനായിട്ടൊന്നും. 2-3 ഫോട്ടോസ് വേഗം എങ്ങനെയെങ്കിലും എടുത്തിട്ട് പോകാമെന്നുള്ളൊരു മൈൻഡായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് വെയിലായിട്ടോ. ഞാനൊക്കെ നല്ല ടയേർഡായി. ഈ ഒരു ഗൗണും കൂടി ഇട്ടിട്ട് നല്ല ചൂടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ നമ്മൾ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് റിട്ടേൺ ഇറങ്ങുവാണ് കേട്ടോ. ഭയങ്കര ആവിയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമുക്ക് നിൽക്കാനോ ഫോട്ടോസ് എടുക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ടൈമിൽ തന്നെ. രാവിലത്തെ നേരമാണ് കേട്ടോ. ഈ ബീച്ച് ഏരിയയൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് കേട്ടോ അത്രയും വെയിലായത്. നമ്മൾ വെയിലാവും മുന്നേ പോയി തിരിച്ചു വരാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വന്ന വഴിക്ക് ഒരു ഷോപ്പിലേക്ക് കയറിയാണ് കേട്ടോ. നല്ലൊരു ദാഹിക്കുണ്ടായി. പക്ഷേ ആ ഷോപ്പാണെങ്കിൽ അപ്പോൾ തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ ആയി വരാൻ ടൈം എടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വേറൊരു ബേക്കറിയിലോട്ട് വന്നിട്ടോ എന്തെങ്കിലും കുടിക്കാമെന്നും പറഞ്ഞിട്ട് നല്ലപോലെ ടയേർഡായിട്ടുണ്ടായിരുന്നു. നല്ല വെയിലായിരുന്നല്ലോ. അങ്ങനെ ഓരോ ജ്യൂസൊക്കെ പറഞ്ഞിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ആ ടൈമിൽ ഉമ്മി വിളിക്കണുണ്ടായിരുന്നു, ഫുഡ് കഴിച്ചിട്ട് വരല്ലേ, വീട്ടിൽ റെഡിയാക്കിയിട്ടുണ്ട്, വീട്ടിൽ വന്നിട്ട് കഴിക്കാമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമ്മൾ പയ്യെ മെല്ലെ ഇറങ്ങാമെന്നുള്ളൊരു സെറ്റപ്പായിരുന്നു കേട്ടോ. വേറെ ഫുഡൊന്നും കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നില്ല. ഓർഡർ ചെയ്തത് കിട്ടാൻ ഇച്ചിരി താമസം ഉണ്ടായിരുന്നു കേട്ടോ. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളിത് വീട്ടിൽ വന്ന് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് റിട്ടേൺ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇന്ന് പള്ളിയിൽ ഉസ്താദിന് ചിലവായിരുന്നു. അപ്പോൾ അത് കാരണം ഉമ്മി അതിനുള്ള പരിപാടിയിലൊക്കെ ആയിരുന്നു കേട്ടോ. നമുക്കും ഉസ്താദിനും കൂടെ കണക്കാക്കിയിട്ടാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഇറച്ചിച്ചോറൊക്കെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വന്നിട്ട് കുറച്ച് നേരം കിടന്നപ്പോൾ അത് കാരണം ഉസ്താദിന് വന്ന് കൊണ്ടുപോയതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.